ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 7. ഗുർജരച്ചേതി ദേശഗമനം. മാഹിഷ്മതി രാജ്യത്തെ ജയിച്ച പ്രദ്യുമ്നൻ സൈന്യവുമായി ഗുർജരദേശത്തേക്കാണ് പിന്നീട് ദിഗ്വിജയത്തിനായി പോയത്. അവിടുത്തെ രാജാവായ ഇർഷ്യനെ കീഴടക്കി കപ്പം വാങ്ങിച്ച് ചേതി രാജ്യത്തേക്ക് പുറപ്പെട്ടു. വസുദേവൻ്റെ സോദരീ ഭർത്താവായ ദമഘോഷനായിരുന്നു ചേതി രാജാവ്. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു കൃഷ്ണശത്രുവായ ശിശുപാലൻ. ഉദ്ധവൻ ദമഘോഷൻ്റെ സമീപത്തു ചെന്ന് വണങ്ങിക്കൊണ്ട് ഉഗ്രസേന മഹാരാജാവ് രാജസൂയം നടത്തുന്നുണ്ടെന്നും ദിഗ്വിജയത്തിനായി പ്രദ്യുമ്നൻ വന്നിരിക്കുകയാണെന്നും അറിയിച്ചു. ഇതുകേട്ട് ശിശുപാലൻ യദുവംശങ്ങളെ മുഴുവൻ അപഹസിച്ചുകൊണ്ടും അട്ടഹസിച്ചുകൊണ്ടും ശ്രീകൃഷ്ണനെ തന്നെ ജരാസന്ധനെ ഭയന്ന് സമുദ്രത്തിൽ പോയി താമസിക്കുകയാണല്ലോ എന്നിങ്ങനെ ഭഗവാനെ പോലും അധിക്ഷേപിച്ചു പറഞ്ഞും താൻ പ്രദ്യുമ്നനെയും സൈന്യത്തെയും ജയിച്ച് കുശസ്ഥലിയിൽ പോയി രാജ്യം ഭരിച്ച് ഭൂമിയിൽ യാദവന്മാർ തന്നെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുമെന്നുമായിരുന്നു ആ ശിശുപാലൻ്റെ വാക്കുകൾ. ഇത്രയും പറഞ്ഞ് ശിശുപാലൻ വില്ലും ആവനാഴിയുമായി പുറപ്പെട്ടത് കണ്ട ദമഘോഷൻ അവനെ തടഞ്ഞുകൊണ്ട് യാദവന്മാരും ചേതിപന്മാരും ജ്ഞാതിസംബന്ധികളാണെന്നും ബന്ധുക്കളാണെന്നും തമ്മിൽ കലഹം വേണ്ടെന്നും ഉപദേശിച്ചു. അവൻ ഒന്നും പറയാതെ നിലകൊണ്ടു. അപ്പോൾ വസുദേവ സഹോദരിയായ ശ്രുതിസ്രവസ് പുത്രനായ ശിശുപാലനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കൃഷ്ണൻ കുണ്ടിനപുരത്തിൽ വെച്ച് വിവാഹം മുടക്കി തന്നെ അപമാനിച്ചത് സഹിക്കാൻ പറ്റില്ലെന്നും യാദവന്മാരുടെ പക്ഷം പിടിച്ചാൽ താൻ അവരെ രണ്ടുപേരെയും, അതായത് അച്ഛനെയും അമ്മയെയും വധിക്കാനോ കാരാഗൃഹത്തിൽ ആക്കാനോ മടിക്കില്ലെന്നും പറഞ്ഞു. ഈ വാക്കുകളെല്ലാം ദൂതൻ പ്രദ്യുമ്നനെ അറിയിച്ചു. ശിശുപാലനാകട്ടെ വാഹിനി, ധ്വജിനി, പൃതന, അക്ഷൗണി എന്നിങ്ങനെ തൻ്റെ സൈന്യങ്ങളെ യുദ്ധസന്നദ്ധരാക്കി. അങ്ങനെ അച്ഛനമ്മമാർ പറഞ്ഞതനുസരിക്കാതെ ശിശുപാലൻ സേനകളെ അണിനിരത്തി യുദ്ധത്തിനിറങ്ങി. അവൻ്റെ കൂടെ മന്ത്രിമാരായ ദ്യുമനും ശക്തനും രംഗനും പിംഗനും എല്ലാവരും തന്നെ സൈന്യസന്നാഹത്തോടെ പുറപ്പെട്ടു. പ്രദ്യുമ്നൻ്റെ സൈന്യവും ശിശുപാലൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ഇടതടവില്ലാതെ ബാണപ്രയോഗം നടത്തി. ആനകളും കുതിരകളും ഭടന്മാരും മരിച്ചും അംഗഭംഗങ്ങൾ നേരിട്ടും വീണ് യുദ്ധക്കളം നിറഞ്ഞു. അക്രൂരനായിരുന്നു ദ്യുമനോട് ഏറ്റുമുട്ടിയത്. അക്രൂരൻ ദ്യുമൻ്റെ ഗദാപ്രഹരത്താൽ വ്യാകുലനായി വീണതു കണ്ട യുയുധാനൻ ഒരു ബാണമെയ്ത് ദ്യുമൻ്റെ ശിരസ്സറുത്തു. യുയുധാനൻ ശക്തൻ്റെ ശരമേറ്റ് വീണപ്പോൾ കൃതവർമാവ് ശക്തനുമായി പോർ ചെയ്തു. കൃതവർമാവ് ശക്തനെ കൈകൊണ്ട് വലിച്ചിഴച്ച് ദൂരത്തേക്കെറിഞ്ഞു. അപ്പോൾ രംഗപിംഗനന്മാർ അവരുടെ സൈന്യവുമായി മുന്നേറി. ആ സമയത്ത് പ്രദ്യുമ്നൻ കടന്നുവന്ന് രംഗപിംഗന്മാരോട് എതിർത്തു. ശ്രീകൃഷ്ണപുത്രനായ ഭാനുവും അവരോട് എതിർക്കാൻ തുടങ്ങി. പിന്നീട് വാളും പരിചയുമായി ഭാനു സൈന്യമധ്യത്തിലേക്ക് എടുത്തു ചാടി ശത്രുക്കളെ വീഴ്ത്തിക്കൊണ്ട് മുന്നേറി. രംഗപിംഗന്മാരോട് എതിർത്ത് അവരുടെ സാരഥിയെ വധിച്ച് രഥവും തകർത്തു. അദ്ദേഹം രംഗപിംഗന്മാർ അയച്ച വാളിൽ നിന്ന് ഒഴിഞ്ഞുമാറി തൻ്റെ വാൾ കൊണ്ട് അവർ രണ്ടുപേരുടെയും ശിരസ്സുകൾ ഒറ്റയടിക്ക് വെട്ടി വീഴ്ത്തി. അവയെ പ്രദ്യുമ്നനെ കാഴ്ചവെച്ചു. ദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു. യദുസൈന്യം പെരുമ്പറ മുഴക്കി. രംഗപിംഗന്മാർ വധിക്കപ്പെട്ടപ്പോൾ ശിശുപാലൻ വൻ പടയുമായി യുദ്ധക്കളത്തിലേക്കിറങ്ങി. അതുകണ്ട പ്രദ്യുമ്നൻ വില്ലുമെടുത്ത് അവനോടെതിർത്തു. ശിശുപാലൻ ദത്താത്രേയൻ നൽകിയ ബ്രഹ്മാസ്ത്രം പ്രദ്യുമ്നനു നേരെ പ്രയോഗിച്ചു. പ്രദ്യുമ്നൻ അതിനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ തടുത്തു. പിന്നീട് ശിശുപാലൻ അയച്ച ഓരോ അസ്ത്രവും പ്രദ്യുമ്നൻ പ്രത്യസ്ത്രമെയ്ത് നിർവീര്യമാക്കി. പിന്നീട് ശിശുപാലൻ അഗസ്ത്യൻ നൽകിയ ഗജാസ്ത്രം പ്രയോഗിച്ചപ്പോൾ കോടിക്കണക്കിന് ആനകൾ ഉയർന്നു വന്ന് യാദവ സൈന്യത്തെ മർദ്ദിക്കാൻ തുടങ്ങി. യദുസൈന്യം നിലം പതിച്ചു തുടങ്ങി. ഒടുവിൽ ഉടനെ പ്രദ്യുമ്നൻ നിർസിംഹാസ്ത്രം പ്രയോഗിച്ചു. നിർസിംഹം ഗർജിച്ചുകൊണ്ട് ആനകളെ ഭക്ഷിച്ച് നശിപ്പിച്ച് അവിടെ തന്നെ അന്തർധാനം ചെയ്തു.
പിന്നീട് പ്രദ്യുമ്നൻ ശിശുപാലനെ വധിക്കാനുറച്ച് വാളെടുത്തപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാൽ മാത്രമേ അവൻ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഗദൻ പ്രദ്യുമ്നൻ്റെ കൈക്ക് കടന്നു പിടിച്ചു. ശിശുപാലൻ ബന്ധിക്കപ്പെട്ടപ്പോഴുണ്ടായ കോലാഹലം കേട്ട് ദമഘോഷൻ കപ്പവുമായി അവിടെ വന്നു. പ്രദ്യുമ്നൻ അദ്ദേഹത്തെ ശിരസാ നമിച്ചു. അപ്പോൾ ദമഘോഷൻ പ്രദ്യുമ്നനോട് തൻ്റെ പുത്രൻ ചെയ്ത തെറ്റ് ക്ഷമിക്കാൻ അപേക്ഷിച്ചു. ദമഘോഷൻ ശിശുപാലനെ മോചിപ്പിച്ച് ചന്ദ്രികാപുരിയിലേക്ക് പോയി. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തേജസ്സു തന്നെയായ പ്രദ്യുമ്നന്റെ ബലവീര്യാദികൾ കേട്ടറിഞ്ഞ രാജാക്കന്മാർ ആരും പിന്നീട് യുദ്ധത്തിനൊരുങ്ങാതെ കപ്പം കൊടുത്തു പിൻവാങ്ങി. ഹരേ കൃഷ്ണ.